ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രോക്കിനെ പറ്റിയാണ്. വളരെ കോമൺ ആണ് സ്ട്രോക്ക്. നമ്മുടെ ആശുപത്രികളിലൊക്കെ ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. എന്താണ് സ്ട്രോക്ക്? നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ അതിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അതുപോലെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലില് ബ്ലോക്കോ ബ്ലീഡിങ്ങോ വഴി സ്ട്രോക്ക് വരാം. അതിന് ബ്രെയിൻ അറ്റാക്ക് എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ രണ്ട് തരം സ്ട്രോക്ക് ആണുള്ളത്. ഒന്ന്, രക്തക്കുഴല് ബ്ലോക്ക് ആവുക വഴി കോശങ്ങൾ നശിച്ചു പോവുക, അതിനെയാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അതാണ് 90% കേസിലും കാരണക്കാരൻ. ഇനി 10% കേസിൽ ബ്ലീഡിങ് വഴി സ്ട്രോക്ക് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. സർവ്വസാധാരണമായി 3 ലക്ഷണങ്ങൾ കാണാറ്. ഒന്ന്, ഒരു സൈഡ് തളർന്നു പോവുക. നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. വീടിന്റെ അടുത്തൊക്കെ പക്ഷാഘാതം വന്ന ആൾക്കാർക്ക് ഒരു സൈഡ് തളർന്നു പോയ ആൾക്കാർ നിങ്ങൾ കണ്ടു കാണും. രണ്ടാമത്തെ ലക്ഷണം സർവ്വസാധാരണമായിട്ട് കാണുന്നത് നാവ് കൊഴിഞ്ഞു പോവുക. മൂന്നാമത്തെ ലക്ഷണം മുഖം കോടി പോവുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒട്ടും സമയം വൈകിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം? ഒരു CT സ്കാൻ 24 മണിക്കൂറും ഉള്ള ഒരു ഹോസ്പിറ്റൽ വേണം തിരഞ്ഞെടുക്കാൻ. ന്യൂറോളജിസ്റ്റിന്റെ സേവനം ഉണ്ടാവണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇവിടെയും ചെറിയ ക്ലിനിക്കിലൊക്കെ പോയി സമയം പാഴാക്കാതെ ഈ പക്ഷാഘാതത്തിന്റെ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണം കണ്ടാൽ നേരെ 24 മണിക്കൂറും CT ഉള്ള ഒരു ഹോസ്പിറ്റലിലും ന്യൂറോളജിസ്റ്റിന്റെ സേവനമുള്ള ഹോസ്പിറ്റലിലും എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇനി എന്തുകൊണ്ട് സമയം പാഴാക്കാതെ പോകണം എന്നുള്ളത് പറഞ്ഞു തരാം. 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ രക്തോട്ടം നിലച്ച ബ്രെയിനിന്റെ ഏരിയ 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് നശിച്ചു പോകും. അത് കഴിഞ്ഞ് നമ്മൾ ചികിത്സ കൊടുത്താലും അതിന് പ്രയോജനം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓരോ മിനിറ്റിലും ഓരോ കോശങ്ങൾ, അതായത് പറയുക 2 മില്യൺ ബ്രെയിൻ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഈ ലക്ഷണങ്ങൾ കണ്ട. ഇനി വേറൊരു സന്ദർഭമുണ്ട്. അതായത് ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യും, എന്നാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യും. ഇതിനെയാണ് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് നമ്മൾ വിളിക്കും, TIA. അത് ഒരു വാർണിംഗ് സൈൻ ആണ്. അതിനെ അവഗണിക്കരുത്. അതിനെ അവഗണിച്ചാൽ വൈകാതെ തന്നെ ഒരു മേജർ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ, അതായത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും 15 മിനിറ്റിനുള്ളിൽ അത് ശരിയാകുകയും ചെയ്താൽ നിങ്ങൾ അതിനെ അവഗണിക്കരുത്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം ഇതിന്റെ മെയിൻ കാരണങ്ങൾ, അതായത് സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിന്റെ നിയന്ത്രണം കൺട്രോൾ അല്ലെങ്കിലാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അല്ലാത്ത കാരണങ്ങളും ഉണ്ട്, എന്നാലും ഇതാണ് പ്രധാന കാരണങ്ങൾ. ഇതിൽ തന്നെയും പ്രധാന കാരണം പ്രഷറിന്റെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പ്രഷറിന്റെ ഗുളിക പലരും കഴിക്കും, പ്രഷർ കൺട്രോൾ ആയി കഴിയുമ്പോൾ നിർത്തിയൊക്കെ നോക്കും. അങ്ങനെ ചെയ്യരുത്. പ്രഷറിന്റെ ഗുളിക സ്ഥിരം കഴിക്കാനുള്ളതാണ്. പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും ഗുളിക സ്ഥിരം കഴിക്കാനുള്ളതാണ്. അതിന് അതിൻ്റെതായ ഉദ്ദേശമുണ്ട്. സ്ഥിരം കഴിക്കുക വഴി നിങ്ങളുടെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാനാണ് ഷുഗറിന്റെ ഗുളികയും പ്രഷറിന്റെ ഗുളികയും കൊളസ്ട്രോളിന്റെ ഗുളികയും കഴിക്കാൻ പറയുന്നത്. പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ഇടയിൽ പല ആൾക്കാരും വരുത്താറുണ്ട്. അതായത് ഷുഗറിന്റെ ഗുളിക അല്ലെങ്കിൽ പ്രഷറിന്റെ ഗുളിക അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഗുളിക ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും എന്ന് പറഞ്ഞ് കരുത്തുന്നവരുണ്ട്. അതിന്റെ പേടിയിൽ പലരും കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ വസ്തുത നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കിഡ്നി അടിച്ചു പോകുന്നത് ഗുളിക കഴിക്കുന്നതുകൊണ്ടല്ല, ഗുളിക കഴിക്കാതിരുന്നു ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം മൂർധന്യ അവസ്ഥയിൽ വന്ന് കഴിയുമ്പോഴാണ്, പ്രത്യേകിച്ച് ഷുഗറും പ്രഷറും കാരണം കിഡ്നി ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഡയാലിസിസ് ചെയ്യുന്ന 80% പേഷ്യന്റിലും കിഡ്നി തകരാറ് സംഭവിച്ചേക്കുന്നത് ഷുഗർ കൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടാൻ വൈകരുത്.